ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 ഞങ്ങളുടെ പരിപാടിയുടെ എംബ്ലമാണ് ഈ കാണുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 ഫൈനൽ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം വ്യൂവേഴ്സ്, നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ആദ്യമായി മസാൽ ദസ ശ്രീമതി ദുഷാ ദുഷുപ്പിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദുഷാ ദുഷുപ്പ്. സ്വന്തം സംഗീതം കൊണ്ട് മുന്നിലും പിന്നിലും ആ സംഗീതം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ കുണ്ടൻ ശരത്. എല്ലാവരും കൈയടിക്കോ? കുണ്ടൻ ശരത്, പ്ലീസ് come on to the dance. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നമ്മുടെ ഫൈനലിസ്റ്റിനെ പരിചയപ്പെടാം. ഉൽപ്പമോൻ, ഉൽപ്പമോൻ ആൻഡ് കൊണ്ടോട്ടി ഷുക്കൂർ, come on. ഇവരാണ് ഫൈനലിസ്റ്റ്, കൊണ്ടോട്ടി ഷുക്കൂർ ആൻഡ് ഉൽപ്പമോൻ. ഉൽപ്പമോനാണ് ഈ വട്ടത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ദുഷ്പി ചേച്ചി റെഡിയാണോ? അപ്പൊ നീ കുണ്ടൻ ചേർത്തേട്ടാ റെഡിയല്ലേ? കണ്ടീഷൻ നമ്പർ 1 കൊണ്ടോട്ടി ഷുക്കൂർ. ഷുക്കൂറെ, കൊണ്ടോട്ടി ഷുക്കൂറെ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പെർഫോമൻസ്. ഓക്കെ, വൈകിട്ട് കാണണം. ഷുക്കൂർ, ആർ യു റെഡി? ഓക്കെ, സ്റ്റാർട്ട്. ശരത്, begin. സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തുടങ്ങട്ടെ. ഷുക്കൂർ 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 അമ്മ ഷുക്കൂർ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, മിന്നിൽ നിറഞ്ഞു വന്നിളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഷുക്കൂറെ, that was a beautiful performance. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു പെർഫോമൻസ്. ഈ പോസ്റ്റ് മതിയായിരുന്നു എനിക്ക് ഇരിക്കാൻ. ഷുക്കൂറെ, അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ശരത്തേട്ടനോടും ദുഷാന്തിനോടും നമുക്ക് ചോദിക്കാം. ശരത്തേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഷുക്കൂറിന്റെ പെർഫോമൻസ്? മോനെ ഷുക്കൂറെ, നിനക്ക് സംഗതി വളരെ വലുതാണെങ്കിലും ഷഡ്ജത്തിന്റെ ചില സമയത്ത് കുറവുണ്ടല്ലോ മോനെ. അതെന്ത് പറ്റിയത്? ചില സമയത്ത് നീ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴും ഞാൻ നിന്റെ പിറകിലൊക്കെ, എന്റെ പേര് നിനക്കറിയാമല്ലോ, അപ്പൊ നിനക്ക് എന്റെ പേരിനനുസരിച്ചിട്ടുള്ള ഒരു പ്രകടനം നീ കാഴ്ചവെച്ചില്ല. രാത്രി വേണമെങ്കിൽ നിന്ന് ഞാൻ ഫോൺ ചെയ്യാം, അന്നത്തെ നിന്റെ പ്രകടനത്തിനനുസരിച്ച് ഞാൻ നിനക്ക് മാർക്ക് ഇട്ട് തരാം. നീ ഷഡ്ജത്തിൽ കൂടുതൽ നമ്മുടെ ദുഷപ്പ് ചേച്ചിയെ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള ഷഡ്ജങ്ങളിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിനക്ക് ഇതിൽ ഒരു നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട് മോനെ. കേട്ടോ മോനെ? നിനക്ക് ഇമാതിരി ഊമ്പിയ പാട്ടും കൊണ്ട് ഇനി പരിസരത്ത് വരരുത്, കേട്ടോ മോനെ? നിന്റെ വീട്ടിൽ പറഞ്ഞിട്ടാണോ നീ വന്നത്? നിന്റെ അപ്പനെ കുറിച്ച് എനിക്ക് പറഞ്ഞു
മനസ്സിലായില്ലേ എനിക്ക്? ഇതുമാതിരി ഊമ്പി പാട്ട് കൊണ്ടിട്ട് വന്നേക്കരുത്. നിന്റെ ഷഡ്ജ് എത്ര പറയാൻ ഷഡ്ജെന്ന് ഇതിന് മുന്നേ 10-20 വട്ടം നിനക്ക് ഉന്തിക്കല്ല് കയറ്റി വിട്ടാൽ പേര് കൊണ്ടുവന്നായെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാമെന്നോ? ഒരുപാട് ഊമ്പിയ പരിപാടി കൊണ്ട് വന്നേക്കണം. നിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടാണോ നീ വന്നേക്കണം? നിനക്ക് അറിഞ്ഞൂടെ നമ്മുടെ ചേട്ടൻ അങ്ങനെ ടൈപ്പ് അങ്ങനെയാണ്. പോട്ടെ, നിനക്ക് എങ്ങനെയായാലും വോട്ട് തരും. ആര് തന്നില്ലെങ്കിലും ഞാൻ തരും. ദുഷിപ്പ് ചേച്ചിയുടെ നമുക്ക് ചോദിക്കാം. ഷുക്കൂറെ നമുക്ക് ചോദിക്കാം. ദുഷിപ്പ് ചേച്ചിയുടെ എന്തൊക്കെയാണ് ദുഷിപ്പ് ചേച്ചി പറയാൻ പോണത് നമുക്ക് നോക്കാം. ദുഷിപ്പ് ചേച്ചി, Shukur, have you did your performance? As far as you sang, fantastic. Sorry, 2 times means animal see how to say in a one. Yes, that Sangani you have to make it well, Sugar. So next time you just keep it well, okay? Sugar. So you just can you sing for me that animal living once more, please? Once more, animal living. Please try, Sugar. It's okay. രണ്ടാമത് പാടാൻ നമുക്ക് ഇച്ചിരി വിഷമൊക്കെ ഉണ്ട്. നമുക്ക് പറ്റൂല. അപ്പൊ ഷുക്കൂറെ നിനക്ക് വേണ്ടതൊക്കെ കിട്ടിയല്ലോ. മതിയായല്ലോ നിനക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ മാർക്ക് എന്താണെന്ന് നമ്മുടെ ദുഷ്പിനോടും കുണ്ടനോടും ചോദിക്കാം. ഷുക്കൂർ റെഡിയല്ലേ? ശരിട്ടാ, ആ മാർക്ക് ദയവേദി തെറി വിളിക്കരുത്. മാർക്ക് ഒന്ന് പറയാമോ? മോനെ ഷുക്കൂറെ, ഞാൻ എന്റെ തന്തക്കൊക്കെ തെറി വിളിച്ചെങ്കിലും കൂടുതൽ പറയാൻ പറ്റാത്തൊരു എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഞാൻ നിനക്ക് 10-1 1.5 മാർക്ക് തരാം. അത് നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് തരാൻ പറ്റില്ല. ആദ്യത്തെ സീൻ ഊപ്പിക്കിട്ടില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദുഷ്പി ചേച്ചി, ചെറുക്കൻ ആകെ ഊമ്പിയിരിക്കുകയാണ്. രണ്ടാമത്തെ എങ്ങനെയാന്ന് വെച്ചാൽ ദുഷ്പി ചേച്ചിയുടെ ആ തള്ളിച്ചയിൽ കൂടെ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ് അവരുടെ പേരിന് ഷുക്കൂറിന്റെ സെറ്റപ്പ്. കൊടുത്തൊരു മാർക്ക് കൊടുക്കാമോ? So out of 10, I'm giving 6 marks. ഷുക്കൂറെ നീ രക്ഷപ്പെട്ടു. മതി അധികം വേണ്ട മാർക്ക്. മതി. അപ്പൊ ഷുക്കൂറെ മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉൽപ്പുമോന്റെ പരിപാടി കാണാം. നമുക്ക് ഉൽപ്പുമോന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടല്ലോ. ശരത്തേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിഷമൊക്കെ ഉണ്ടല്ലേ? നിങ്ങളൊക്കെ വോട്ട് ചെയ്താൽ നമ്മൾ ഇന്ന് കഴിച്ചിട്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അനക്ക് തന്നെ വോട്ട് ചെയ്യണം. അനക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് 1 2 3 4 5 6. അപ്പൊ നമുക്ക് ഐഡിയ സ്റ്റാർസിന്റെ അവസാന കണ്ടസ്റ്റന്റ് ആയ ഉൽപ്പുമോനെ നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. ഓക്കെ, ഉൽപ്പുമോനെ നീ റെഡിയാണോടാ? നേരത്തെ ഒരു തക്കാളി ആ ഊമ്പം വന്ന് പാടിയതുപോലെ തൊലിഞ്ഞ പാട്ടൊന്നും നീ പാടരുത് കേട്ടോ. നീയാണ് ഇപ്പോ ഇതിനുള്ള ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്കുള്ളത്. കാരണം നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് മറ്റേ ഡീലിങ്സ് അത് നിനക്കറിയാലോ. ഇപ്പൊ നിന്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ നോക്കിക്കോളാം. നീ നന്നായിട്ട് പാടണം കേട്ടോ മോനെ. ഷഡ്ജമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ? ഷഡ്ജമൊക്കെ ഇട്ടിട്ടുണ്ടോ? ഉണ്ട് ഷഡ്ജമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നാ നിനക്ക് അങ്ങനെ ഷഡ്ജം കീറാത്ത രീതിയിൽ നീ പാടിക്കോട്ടോ മോനെ. ഓൾ ദി ബെസ്റ്റ് മോനെ. You can start now. నీకోసం వస్తావని తిరుగాసి రేపుతూ నీతేమని తెస్తావని తిరిగల్లోని తిరిగని అవోనే ఆరాధిస్తూ వెలిజల్లోని దివాలే ఆరాధిస్తూ పరిజన్మా నీతోనే I'm waiting for you, baby. చిరునవ్వుతో నీ
manifestazione se la si reputu di te manifesta mani tole I'm waiting for you baby నేనంబై గజేస్తున్నా నేనంబై గజేస్తున్నా నీవులై గజేస్తున్నా ഉൽപ്പമോനെ ഇങ്ങനത്തെ ഒരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല. ദേവി നീ എന്റെ അടുത്തൊന്ന് ഇച്ചിരി മാറി നിൽക്കൂ. ഇച്ചിരി മാറി നിന്നെ. ഒരു വൃത്തികെട്ട നാറ്റുണ്ടല്ലോ നിന്നെ. നമുക്ക് നിന്റെ മാർക്ക് എത്രയാണെന്ന് ചോദിക്കാം. കൊണ്ട് ചേർത്തേട്ടാ മാർക്ക് എങ്ങനെയാണ്? മോനെ ഉൽപ്പു, ഞാൻ ഞെട്ടിപ്പോയടാ. എന്തൊരു പാട്ടാടാ നിന്റേത്. മറ്റേ ഊമ്പനെ പോലെയല്ല നീ ഉഷാറാണ്. നിന്റെ ഷഡ്ജം എനിക്ക് പോയി. എന്ത് നല്ലൊരു ഷഡ്ജമാ മോനെ. നിന്റെ ഷഡ്ജത്തിനകത്ത് ഇങ്ങനത്തെ 2-3 ഷഡ്ജം ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം എനിക്കും എന്റെ ഭാര്യക്ക് ഓരോ ഷഡ്ജം നീ കൊടുത്തു തരണം. മനസ്സിലായോ നിനക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. 10-ൽ 10 മാർക്ക് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മോന്റെ മാർക്ക് മോന് സന്തോഷമായല്ലോ മോന് സന്തോഷമായോ മോനെ? മോനെ മാർക്കൊക്കെ കിട്ടിയില്ലേ? 10-ൽ 10 കിട്ടിയല്ലോ. ഇനി നമുക്ക് ദുഷിപ്പിനോട് ചോദിക്കാം. ദുഷി ചേച്ചി മാർക്ക് പറയൂ. ദുഷി ചേച്ചി Please, can you please, Ulpuman? Okay. President Manitobe, I'm waiting for you, baby. അപ്പൊ ദുഷ്ചേച്ചി എത്ര മാർക്ക് എത്രയാണ് ദുഷ്ചേച്ചി? Out of 10, I am giving 10 marks to Ulpuman. Out of 10 marks. അപ്പൊ ഉൽപ്പമോനെ ഈ വട്ടത്തെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4-ലെ വിജയിയായി ഉൽപ്പമോനാണ് ഇപ്പൊ തയ്യാറായിട്ടിരിക്കുന്നത്. നമുക്ക് സമ്മാനദാന ചടങ്ങുകളിലേക്ക് പോകാം. നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ജഡ്ജസ്, സമ്മാനദാനത്തിലേക്ക് നമുക്ക് കടന്നാലോ? Okay, we can move to prize ceremony, okay? ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അവസാന ഘട്ട മത്സരം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ഉൽപ്പമോനാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 1 കോടി രൂപയുടെ ചീനച്ചട്ടി നമ്മുടെ രഞ്ജിനി ഹരിദാസ് നമ്മുടെ വിശിഷ്ടാതിഥിക്ക് കൈമാറാനുള്ള സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിനി, പ്ലീസ് കം ഓൺ ടു ദ ഡയാസ്. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമാൻ പ്ലുക്കു ഈ പതക്കം ഇതാ കൈമാറിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിക്കാം പ്ലീസ്. കമാ. ഓക്കെ,